നാഥന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് എൽസി മാത്യു എന്നാണ്. ഭർത്താവിൻ്റെ ദാസിക്ക് അറിയാമല്ലോ. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിൽ വാര്യാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ഏകദേശം പിടിച്ചെഴുന്നേൽക്കാൻ പ്രായമുള്ളപ്പോൾ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്നും മൺമറഞ്ഞു പോയി. ഞങ്ങൾ 5 കുഞ്ഞുങ്ങളാണ്. അമ്മ വളരെ പ്രയാസത്തോടെ ഞങ്ങളെ വളർത്തി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൂത്ത ഒരു സഹോദരന് മിലിറ്ററി പോയി അവിടെ 65-66 കാലയളവാണെന്ന് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഭയങ്കര യുദ്ധം നടക്കുന്ന സമയമാണ്. ആ സമയത്ത് പിതാവിൻ്റെ മരണം ഒരു വശത്ത്, മകന് യുദ്ധക്കളത്തിൻ്റെ മുൻപിൽ. അങ്ങനെ രണ്ടിനാലും നീറുന്ന ഒരു മാതാവ്, ഞങ്ങൾ 4-5 കുഞ്ഞുങ്ങൾ. അന്ന് ഞങ്ങൾ മർത്തോമാ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ലോകത്തിലൊന്നും അറിയത്തില്ല. പിതാവിൻ്റെ സാമീപ്യം ഞങ്ങളിൽ നിന്ന് പോയി. എനിക്ക് വലിയ അറിവോ ഞാനോ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ 3-4 മക്കളുമുണ്ട്. മൂത്ത സഹോദരന് മിലിറ്ററിയുടെ യുദ്ധക്കളത്തിൽ ഈ സമയത്ത് അമ്മ മർത്തോമാക്കാരിയായിരുന്നേലും മുട്ടുമ്മേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഭാരങ്ങളുടെ മധ്യേൽ വിധവയായ ഒരു വേദന. ഏകദേശം 40 വയസ്സുള്ളപ്പോൾ അമ്മ വിധവയായതാണ്. അതിൻ്റെ ഭാരം ഒരു വശത്ത്. മകൻ യുദ്ധക്കളത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും വളരെയേറെ തടഞ്ഞ് ഒരു വിധത്തിൽ മുന്നോട്ട് ജീവിക്കാൻ കഴിയാത്തവണ്ണം അമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഭാരപ്പെട്ട് അമ്മ കിട്ടുന്ന സമയങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രിയുടെ യാമത്തിൽ ഉറങ്ങുന്നവനെ മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്ക, അപ്പോൾ ക്രിസ്തു നിന്റെ മേൽ ശോഭിക്കും എന്ന ദൈവത്തിൻ്റെ വചനം അമ്മയ്ക്ക് കിട്ടി. ആ വചനത്തോടുകൂടി വലിയൊരു ആത്മീയ ശക്തി അമ്മയിൽ ആവസിപ്പാനിടയായി. അപ്പോൾ ഇത് ഒരു ആത്മീയ ശക്തിയാണോ അതോ അനാത്മീയ ശക്തിയാണോ എന്നൊന്നും തിരിച്ചറിയാനുള്ള അറിവോ ഞാനോ അന്ന് ഞങ്ങളുടെ ദേശത്തില്ല. അന്ന് പെന്തക്കോസ്തുകാരുടെ കൂട്ടായ്മയുണ്ടെങ്കിലും അത് കുറച്ചേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ബൈബിളൊക്കെ വായിക്കും, പള്ളിയിലെ ആരാധനക്രമങ്ങളൊക്കെ വായിക്കും. പക്ഷെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അമ്മ ഈ യാമങ്ങളിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അമ്മയുടെ മടിയിൽ കിടക്കും. ആ കണ്ണുനീര് മുഴുവൻ എൻ്റെ മേലാണ് വീഴുന്നത്. അതെന്താണ്, അമ്മ എന്തിനു വേണ്ടിയാണ് കരയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ആ കാലങ്ങളായിരുന്നു അന്ന്. എന്നാൽ ഈ ആത്മീയ ശക്തി പ്രാപിച്ചു. അമ്മയ്ക്ക് ഇത് ആത്മീയ ശക്തിയാണെന്നൊന്നും അറിയത്തില്ല. അമ്മ പഴയതുപോലെ പള്ളിയിൽ പോയി കുർബാനയ്ക്കിരുന്ന് സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ശക്തി അമ്മയെ വന്ന് ആവഹിക്കും. ഈ ശക്തി വന്നു കഴിയുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല. മറ്റുള്ളവരുടെ ഇടയിലെ കളിയാക്ക്. അതിൻ്റെ കൂടെ പിതാവ് മരിച്ചിട്ട് അധികം കാലമായില്ല. അതുകൊണ്ട് പിതാവിൻ്റെ നിന്നുള്ള അന്ധകാര ശക്തിയായിരിക്കും ഇതെന്നൊക്കെ അവരിങ്ങനെ വിവേചിച്ച് ഇങ്ങനെ തമ്മിൽ പറഞ്ഞു. എന്നാൽ അമ്മയെ കളിയാക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് ഇതിൻ്റെ യാതൊരു കാര്യവും അറിയത്തില്ല. പരിശുദ്ധാത്മ ശക്തിയാണെന്നുള്ളത് തിരിച്ചറിയാൻ പോലുള്ള അറിവുള്ളവരന്ന് ആ ദേശത്തില്ല. 65-66 കാലയളവിലെ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. എന്നാൽ ആ സമയത്ത് ആ ചർച്ചിൽ തന്നെ പെട്ട ഒരു അവറാച്ചായൻ എന്ന് പറയുന്ന ഒരു അച്ചായൻ പറഞ്ഞു, സഹോദരി, ഇത് പരിശുദ്ധാത്മ ശക്തിയാണ്, ഇത് എല്ലാവർക്കും കിട്ടുന്നതല്ല. സഹോദരിയുടെ കഷ്ടതയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം സഹോദരിന്മേൽ ഇറങ്ങിയാണ്. അതുകൊണ്ട് സഹോദരി ഒരു കാര്യം ചെയ്യണം. ഞങ്ങളുടെ കുറച്ച് അപ്പുറത്തായിട്ട് മാടപ്പള്ളിയിൽ എന്ന് പറയുന്ന ഒരു ഭവനമുണ്ട്. അവിടെ ഇവാഞ്ചലിക്ക സഭയിൽ നിന്നും വിട്ട് കുറച്ച് പേര് സത്യത്തിലും ആത്മാവിലും വീട്ടിലിരുന്ന് ആരാധിക്കുന്നുണ്ട്. അവിടെ സഹോദരി ചെല്ലാൻ പറഞ്ഞു. അമ്മ ഇതുപോലെ അവിടെ ചെന്ന ഉടനെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായ സ്നാനത്തെക്കുറിച്ച് കേട്ടു. സ്നാനം എന്തിനു വേണ്ടിയുള്ളതാണെന്നും യേശുവിനോട് ചേരുവാനാണ് സ്നാനപ്പെടുന്നതെന്നൊക്കെ ഒത്തിരി വചനങ്ങളൊക്കെ കേട്ടു. എന്നാൽ വീട്ടിൽ വളരെ പ്രതികൂലമാണ്. അപ്പനില്ല. പിന്നെ അമ്മ പെന്തക്കോസിൽ പോയാൽ പിന്നെ ഞങ്ങളുടെ ഭവനക്കാരൊന്നും ഞങ്ങളോട് മിണ്ടത്തില്ല. അവരൊക്കെ ഭയങ്കര പള്ളിയുടെ തലപ്പത്തിരിക്കുന്നവരാണ്. എങ്കിലും അമ്മയ്ക്ക് പിന്നെയും പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായി. പള്ളിയിൽ പോകും. സേവ്യാസംഘത്തിൻ്റെ ഒക്കെ അടുത്ത ആളായിട്ടൊക്കെ പ്രവർത്തിച്ചു. പക്ഷെങ്കിൽ പള്ളിയിൽ ചെന്ന് അമ്മ യേശുവെ സ്തോത്രമെന്നോ ഹല്ലേലൂയ എന്നോ ഹൃദയത്തിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ശക്തി അമ്മയിൽ ആവസിക്കുകയാണ്. അങ്ങനായി അമ്മ ഒരു 8 മാസം ഒരു വിധത്തിൽ അമ്മ ആ പള്ളിയിൽ പോയി. അത് കഴിഞ്ഞ് അമ്മ പള്ളിയിലെ പോക്ക് നിർത്തിയിട്ട് സ്നാനപ്പെട്ടു. റാന്നി ഏലിക്കുട്ടി സാറിൻ്റെ അവിടെ ആരും കാണാതെ സഭയുടെ അനുവാദത്തോടു കൂടി, പെന്തക്കോസ്ത് സഭയുടെ ഒരു സ്വതന്ത്ര സഭയാണ്, ആ സഭയുടെ അനുവാദത്തോടു കൂടി അമ്മ പോയി സ്നാനപ്പെടുവാനും തുടർന്ന് അമ്മ പലവിധമായ പ്രതികൂലങ്ങൾ വന്നെങ്കിലും അമ്മ ആരാധനയിൽ തന്നെ പോകുവാനും അന്ന് പ്രാപിച്ച ആ ശക്തി
അമ്മ 94 വയസ്സിലാണ് മരിക്കുന്നത്. ആ 94 വയസ്സ് വരെ ആ ശക്തി അമ്മയിൽ ഉണ്ടായിരുന്നു. ആത്മീയ ശക്തിയിൽ അമ്മ മുന്നേറുവാനും. പിന്നെ കാലാകാലങ്ങളിലായി ഞാൻ പെന്തക്കോസ്തി വന്നു. പിന്നെ എൻ്റെ മൂത്ത സഹോദരൻ വന്നു. പിന്നെ രണ്ട് സഹോദരൻ, ഒരു സഹോദരി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പിന്നെ രണ്ട് സഹോദരന്മാരുണ്ട് സ്നാനപ്പെടുവാൻ. അവരൊക്കെ ഇങ്ങനെ പ്രതികരിച്ച് നിൽക്കുകയാണ്. എങ്കിലും ഈ സത്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് ആഹ്, ഒരുപാട് കാര്യങ്ങൾ ബൈബിളിലെ അറിയാനിടയായി. അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ മൂലയിൽ എന്നും അവരെഴുതപ്പെട്ട ആ കാനൂൻ നിയമം വെച്ച് വായിച്ച് പ്രാർത്ഥിച്ചു പോകേണ്ടി എന്നെ ദൈവം കണ്ടതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിങ്ങളോട് എൻ്റെ സാക്ഷി പറയുവാൻ എനിക്കൊരവസരം തന്നത്. എന്നാൽ എനിക്ക് പെന്തക്കോസ്തി വരുവാനൊന്നും ആഗ്രഹമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു ദൈവദാസി വന്ന് പറഞ്ഞു, എന്നെ ദൈവമെന്നറിയേ എൻ്റെ കൽപ്പന അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാവുന്നു എന്നെ ആ വാക്യം വളരെ സ്പർശിച്ചു. അയ്യോ, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, എങ്കിലും എന്നെ കള്ളനായിട്ടാണല്ലോ ദൈവവചനത്തിൽ എന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്ക് ചിന്തിക്കുവാനും പിന്നീട് അല്പം കൂടെ ദൈവവചനത്തെക്കുറിച്ച് അറിയുവാനും പോയി ദൈവഹിത പ്രകാരം ഹല്ലേലൂയ ഞാൻ സ്നാനപ്പെടുവാനും ഇടയായി. അങ്ങനെ ഞാൻ ഇന്നുവരെയും ജീവിക്കുന്നു. എന്നെ റാന്നിയിലാണ് കെട്ടിച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ജി മാത്യു എന്നാണ്. ഞങ്ങൾ കുടുംബമായിട്ട് ഇന്ന് അമേരിക്കയിൽ വന്നു. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ആരെയും കൊണ്ടുവരാൻ പറ്റിയില്ല. അവരൊക്കെ കുടുംബസ്ഥരായിട്ട് അവിടെവിടങ്ങളായി ജീവിക്കുന്നു. എന്നാൽ എനിക്ക് നിങ്ങളുടെ മുൻപിൽ പറയാൻ ഒരു ദൈവവചനമുണ്ട്. ഞാനത് പറഞ്ഞതിന് ശേഷം എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിച്ചു കൊള്ളാം. അതിനെ ആസ്പദമാക്കി സാദൃശ്യവാക്യം 14 അധ്യായത്തിൻ്റെ 26 വാക്യം, യഹോവ ഭക്തൻ ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്ക് ശരണം ഉണ്ടാവും. ദ ഫിയർ ഓഫ് ദി ഗോഡ് ഈസ് സ്ട്രോങ് കോൺഫിഡൻറ്റ് ആൻഡ് ഹിസ് ചിൽഡ്രൻ ഷാൽ ഹാവ് എ പ്ലേസ് ഓഫ് റിഫ്യൂജ്. അതിനെ ആസ്പദമാക്കി 2 രാജാക്കന്മാരുടെ പുസ്തകം 4 അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ ദൈവസേനയിൽ വായിക്കുവാനും അതിൽ നിന്നും ചില കാര്യങ്ങൾ പറയുവാനും ആഗ്രഹിക്കുന്നു. 2 രാജ 4 അധ്യായം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലിശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാർ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഒരു പ്രവാചകന് അല്ലെങ്കിൽ ദേശത്തോടും വ്യക്തികളോടും സഭയോടും വിളിച്ചു പറയുന്ന ഒരു ദൈവദാസന് അവൻ്റെ ജീവിതത്തിൽ ചില ശാരീരികമായ ക്ഷീണങ്ങൾ വന്ന് ഈ ലോകത്തിൽ നിന്ന് മൺമറിഞ്ഞു പോയി. തനിക്ക് ആ സമയങ്ങളിൽ കുടുംബത്തെ പോറ്റുവാൻ കഴിയാതെ ചില കടങ്ങളും കടഭാരങ്ങളും ജീവിതത്തിൽ വന്ന് ആഞ്ഞടിച്ചു. എന്നാൽ ഈ ദാസി പറയുന്നത് അതൊന്നുമല്ല. എലിശയോട് നിലവിളിച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. അവൾക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു അദ്ദേഹം ഒരു യഹോവ ഭക്തനായിരുന്നു. അതുമാത്രവുമല്ല, ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ മക്കളെ അടിമകളാക്കുവാൻ കടക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയാണ്. എലിശായോട് പറയുന്നത്, ജീവിത പങ്കാളി ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു. അടുത്തത് മക്കളാണ്. അവരുടെ ആശ്രയമായിരിക്കുന്ന മക്കളാണ്. ഈ മക്കളെ അടിമകളായി കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു. നമുക്കറിയാം, ഈ കുഞ്ഞുങ്ങളാണ് ഇവരെ ഇംഗ്ലീഷിൽ അത് എഴുതിയേക്കുന്നത് ചിൽഡ്രൻസ് എന്നാണ്. കുഞ്ഞുങ്ങളാണ് ഇവർക്ക് എന്താണ് അപ്പം വരുത്തി വെച്ച കടമെന്നൊന്നും പോലും അറിയാൻ വയ്യാത്ത ഒരു പ്രായത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ. മാതാവ് എല്ലാ വിധത്തിലും ഭാരം അനുഭവിക്കുന്നു. ഇവർക്ക് അല്പമൊക്കെ മറ്റുള്ളവർ സഹായിച്ചു കാണും, എന്നും മറ്റുള്ളവർ സഹായിക്കത്തില്ല. നിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പന് ഒരു ഭക്തനല്ലായിരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുവാൻ 100 പേരുണ്ട്. എന്നാൽ ഈ സഹോദരി ഓടിച്ചെന്ന് ഏലിശായോട് പറയുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകും, ഞാൻ എന്ത് ചെയ്യും? ഉടനെ ഏലിശ അവരോട് പറഞ്ഞു, ഈ കടക്കാർ വന്ന് അടിമയായി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അവരുടെ പണം ലഭിക്കുന്നിടം വരെ അവർ ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചും ഒക്കെ ജോലി ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞ് ഒക്കുന്നില്ലെങ്കിൽ അവർ വിറ്റ് കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തിരിച്ചു കിട്ടത്തില്ല. ആ സഹോദരിയോ അവരും ഒരു സമയത്ത് ഇവരുടെ കടം തീർന്നില്ലെങ്കിൽ, ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സഹോദരിയും അടിമയായി പോകേണ്ടി വരും. പിന്നെ ഈ കുഞ്ഞുങ്ങളെ കാണുവാനോ കേൾക്കുവാനോ ഇവർക്ക് കഴിയത്തില്ല. പക്ഷേ ഇവരുടെ അപ്പൻ ഒരു ഭക്തനായിരുന്നു. ദൈവമക്കളെ, നമ്മൾ ഭക്തിയെ മുറുകെ പിടിച്ച ആ സ്ത്രീക്ക് പിന്നെ സംഭവിച്ചത്, അവൾ ഏലിശായോട് ചെന്ന് അവിടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്?
അവൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ വേറെ ഒന്നുമില്ല. ശൂന്യം നിറഞ്ഞ ഒരു മുറിക്ക് ഉള്ളിലെ ഒരു മൂലയ്ക്ക് കുറച്ച് എണ്ണ മാത്രം അവൾ സ്വരൂപിച്ചു വെച്ചിരുന്നു. അത് അവൾ അറിഞ്ഞോ അറിയാതെയോ അവൾ അത് ഉപയോഗിച്ചില്ല. എന്നാൽ ഏലിശ പറഞ്ഞു, ഏലിശ സാധാരണ രീതിയിലാണെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുമ്പോഴാണെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും സാമ്പത്തികമായ സഹായം ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഉപജീവന മാർഗം കൊടുക്കും. എന്നാൽ ഇതൊന്നുമല്ല എലിശ ചോദിച്ചത്. നിന്റെ വീട്ടിൽ എന്തുണ്ട്? ദൈവമക്കളെ, നമ്മൾ ഇതുപോലെയല്ലേ ഭാരവും പ്രയാസവും അനുഭവിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തുണ്ട്? അല്ലെങ്കിൽ നാം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചർച്ചുകളിലും അവിടെ ഇവിടെയൊക്കെ പോയി ഒരുപാട് ദൈവവചനം കേട്ടിട്ടുണ്ട്. പക്ഷേ ഭാരവും പ്രയാസവും വരുമ്പോൾ അത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് എത്രമാത്രം നമ്മൾ പലരുടെ ഇടയിൽ നിന്ന് ആരാധിക്കും. പക്ഷെ ആരാധിക്കും സത്യമാണ്. പക്ഷേ വ്യക്തിപരമായ ഭാരങ്ങൾ വരുമ്പോൾ നമുക്ക് പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരനുഭവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതുപോലെയാണ് ഈ സ്ത്രീക്കും വന്നിരിക്കുന്നത്. എന്നാൽ ഏലിശ എന്ത് പറഞ്ഞു? ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ വീട്ടിലൊന്നുമില്ല. അപ്പോൾ എലിശ പറഞ്ഞു, നീ അയൽവക്കത്തും വെറും പാത്രങ്ങളെ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറയരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളൊക്കെയും പകർന്ന് നിറഞ്ഞ് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെ നമുക്കറിയാം, ഒരു വീട്ടിലെ പാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പാത്രത്തിൻ്റെ ഷേപ്പോ വലുപ്പമോ അല്ല അയൽവക്കത്തുള്ള പാത്രം. ആ വീട്ടിലെ പാത്രങ്ങളുടെ ഷേപ്പല്ല അപ്പുറത്തുള്ള പാത്രങ്ങൾ. അപ്പം വിവിധ തരത്തിലുള്ള പാത്രങ്ങൾ, വിവിധ വലുപ്പത്തിലുള്ള പാത്രങ്ങൾ, ഒരിടത്ത് ചെറിയ പാത്രമാണെങ്കിൽ ഒരിടത്ത് വലിയ. നമുക്കറിയാം പഴയ കാലങ്ങളിലെ പാത്രങ്ങളെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നാം കേട്ടിട്ടുണ്ട് 6 കൽപ്പാത്രം. അത് അതിഭയങ്കരമായ കൽപ്പാത്രങ്ങളാണ്. പറകൾ വീതം കൊള്ളുന്ന കൽപ്പാത്രങ്ങൾ. പണ്ടത്തെ ഉപ്പുമരണി ഭരണികൾ, പഴയ കാലങ്ങളിലെ ഭരണികൾ. അത് എന്താണെന്ന് ചോദിച്ചാൽ അന്ന് അവർക്ക് വീഞ്ഞ് സംഭരിക്കുവാൻ, അവർ ചക്കിൽ നിന്ന് ആട്ടുന്ന വീഞ്ഞുകൾ സംഭരിക്കുവാൻ അതിഭയങ്കരമായ പാത്രങ്ങളാണ് അന്ന് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ വെറും അതൊക്കെ സീസൺ അനുസരിച്ച് മാത്രം ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. അതുപോലെയുള്ള പാത്രങ്ങളെ വഹിച്ചുകൊണ്ട് വന്ന് ഇവർ വീട്ടിൽ വെച്ചിട്ട് ആ ജാറിനകത്ത് എണ്ണ ഒഴിക്കാൻ തുടങ്ങി. ആ എണ്ണ ഒഴിക്കുന്ന പാത്രം നിറയുന്നു, എണ്ണ കുറയുന്നില്ല. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ മക്കൾ പാത്രം വെച്ചു കൊടുത്തു വന്നപ്പോൾ പിന്നെയും ചോദിച്ചു, പാത്രം ഇല്ലേ? അന്നേരം പറഞ്ഞു, പാത്രം തീർന്നു പോയി. പാത്രം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എണ്ണയുടെ വരവും നിന്നു. എങ്കിലും ആ സ്ത്രീ എന്ത് ചെയ്തു? വീണ്ടും ഏലിശായെ ചെന്ന് കണ്ടു. ഞങ്ങളിത് എന്ത് ചെയ്യണം ദൈവപുരുഷനെ? ഞങ്ങളുടെ പാത്രമെല്ലാം നിറഞ്ഞു, എണ്ണ നിൽക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞു, നീ ഇത് വിറ്റിട്ട് നീയും നിന്റെ മക്കളും വിറ്റതിന് ശേഷം, അത് കടം വീട്ടിയതിന് ശേഷം ബാക്കിയുള്ളത് നീയും നിന്റെ കുടുംബം ഉപജീവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ നാം ഒന്ന് ഓർത്ത് നോക്കിയേ, അടിമകളായി പിടിച്ചുകൊണ്ട് പോകേണ്ട കുഞ്ഞുങ്ങൾ, ഭാര്യ, ഇവർക്ക് ഒന്നും പറയാനില്ല. അതുപോലെയുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കരം അവിടെ ഏലിശായിൽ കൂടി ദൈവത്തിൻ്റെ കരം അവിടെ ഉപയോഗിച്ചപ്പോൾ അവർ ഭയങ്കര ഒരു എണ്ണ ഫാക്ടറി പോലെ എണ്ണ ലഭിക്കുവാനും അത് വിറ്റതിന് ശേഷം അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഉപജീവന മാർഗത്തിലേക്ക് കടന്നു പോകാനുള്ള സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നാം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവനെ ഹല്ലേലൂയ എവിടെയെങ്കിലും ഒരു അനുഭവത്തിൽ കൂടി ദൈവം നമ്മളെ ഉയർത്തും. ശൂന്യമെന്ന് കാണുന്ന പാത്രങ്ങൾ, അവരുടെ വീട്ടിലുള്ള പാത്രവും ശൂന്യമാണ്, അയലോകത്തു നിന്ന് പറയിക്കൊണ്ട് വന്നു പാത്രവും ശൂന്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരം ആ എണ്ണ അങ്ങോട്ട് ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ നിർവാഹമില്ലാത്ത രീതിയിൽ പാത്രങ്ങൾ നിറഞ്ഞ് വക്കോളം നിറയത്തക്ക പോലെ എണ്ണ ഉപയോഗിച്ച് ആ എണ്ണ കൊണ്ട് അവരെ ഉപജീവിക്കുവാൻ, അടിമകളായി പോകേണ്ട ആ കുഞ്ഞുങ്ങളെ ദൈവ ഉടമകൾക്കായി അല്ലെങ്കിൽ എണ്ണ വിൽക്കുന്ന ഒരു ഉടമകളായി തീർക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ദൈവമക്കളെ, ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മൾ പലപ്പോഴും നശിച്ചു പോകേണ്ടിടത്ത് അടിമയായി, പിശാചിൻ്റെ അടിമയായി തീരേണ്ട സ്ഥാനത്ത് നമുക്ക് യാതൊരു യോഗ്യതയില്ല. എന്തോ യോഗ്യതയുണ്ട്? ഈ ദൈവവചനം മാറ്റിവെച്ചാൽ നമുക്ക് ഒരു യോഗ്യതയില്ല. 31,700
31,738 വാക്യമുള്ള ഈ വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും നോക്കിയാൽ ഒന്നിനൊന്ന് മെച്ചമാണ്. നമ്മളെ കാക്കുന്നവനും നമ്മളെ നിലനിർത്തുന്നവനുമായ ദൈവമാണ് നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുന്നത്. എന്നാൽ നമ്മൾ സഹോദരിമാരായിരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഇതുപോലെയുള്ള ഒരു വാക്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അവിടെ വായിക്കുമ്പോൾ യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശത്ത് വാങ്ങിപ്പോയി. ആ ദേശത്ത് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോദരം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു. അവൻ അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. എന്നെ ഒരു വാക്ക് ഉത്തരം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തെ നിങ്ങളെ നടത്തുന്ന നിന്നേക്കാൾ വലുപ്പവും ബലവുമുള്ള ജാതിയായ ഹിത്യർ, അമോനിയർ, കനാനിയർ, പെരീസിയർ. അപ്പം കനാനിയർ എന്ന് പറയുന്ന ആ സ്ത്രീയാണ്, കനാനിയ സ്ത്രീയാണ് യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. എന്നാൽ ഒരു കാലത്തെ ഇസ്രായേൽ മക്കൾ കടന്നു ചെല്ലുമ്പോൾ ഈ 7 ജാതിയെ നീക്കിക്കളഞ്ഞതാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഇവരെ പരിസംഗം ചെയ്യുന്നവരും ഐഡിയൽ വർഷിപ്പുള്ളവരും അതുപോലെ തന്നെ അവർക്ക് മക്കളെ അഗ്നിപ്രവേശനം ചെയ്യുന്നവരും ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളുള്ള ഒരു ജാതിയായിരുന്നു. എന്നാൽ യഹോവയായ ദൈവം പറഞ്ഞു, ഈ 7 ജാതിയെ നിങ്ങൾ ഇവിടെ നിന്ന് നീക്കിക്കളയണം. അപ്പോൾ ആ 7 ജാതിയിൽപ്പെട്ടതാണ് ഈ കനാന്യ സ്ത്രീ എന്ന് പറയുന്നത്. ഒരു ജാതിയിൽപ്പെട്ടതാണ്. എന്നാൽ ഇവളുടെ മകൾക്ക് ഭൂതോദരവും വന്നു, കഠിനമായി. അവൾ നിലവിളിച്ചു, കർത്താവിൻ്റെ പുറകെ നടന്നു. ഒരു വാക്കും കർത്താവ് പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്നു അവനോട്, നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്ന ഇവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനെ അവൻ, ഇസ്രായേൽ ഗൃഹത്തിന് കാണാതെ പോയ ആടുകളെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജാതി യഹോവ യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അന്ന് ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകൾക്ക് വേണ്ടി മാത്രം വന്ന യേശുക്രിസ്തു തൻ്റെ മരണത്തിന് ശേഷമാണ് ജാതികളിലേക്ക് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സ്വീകരിക്കുവാൻ, ദൈവമക്കളെ ക്രിസ്തുവിലേക്ക് ആയിത്തീരുവാനുള്ള അനുവാദം കൊടുത്തത്. എന്നാൽ ആ കാലത്ത് യേശുക്രിസ്തു ഈ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അന്ന് ന്യായപ്രമാണ യുഗമാണ്. അന്ന് ജാതികളെ ഇതിനകത്ത് സ്വീകരിക്കാനോ അന്നത്തെ നിയമങ്ങൾ അനുസരിച്ചില്ല. പക്ഷേ ഈ സ്ത്രീയുടെ കഴിവിനെയാണ് അവിടെ നമ്മൾ കാണേണ്ടത്. ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളെ അടുക്കളയേക്കല്ലാതെ ഞാൻ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു. അപ്പം അതിനെ അവൾ, അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടമകളുടെ മേശയിൽ നിന്നും വീഴുന്ന ഞുറുക്കുകൾ തിന്നുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞ് ആ നാഴിയെ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, ഈ സ്ത്രീയെ ഈ സൗഖ്യമില്ലാതെ ആ വീട്ടിൽ ചെന്ന പിന്നെയും ദുരിതത്തിൻ്റെ വലിയൊരു വക്കാണ്. അവിടെ ജീവിതത്തിലെ സഫറിങ് അല്ലാതെ അവൾക്ക് ജീവിതത്തിൽ ഒന്നുമില്ല. എന്നാൽ അവൾ ഓർത്തു, ഏതായാലും ഞാൻ ഇറങ്ങി യേശുവിൻ്റെ പുറകെ വന്നു. ഈ എന്നെ നായ്ക്കുട്ടിയെന്ന് വരെയും വിളിച്ചപ്പോഴും അവൾ എന്തു പറഞ്ഞു? താഴ്മയോട് പറഞ്ഞു, കർത്താവെ, ആ മേശയുടെ കീഴിൽ വീഴുന്ന ഞുറുക്കുകളും നായ്ക്കുട്ടികൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ. അവിടെ ആ വിശ്വാസം കണ്ടിട്ടാണ് ആ കുഞ്ഞിന് സൗഖ്യം കൊടുത്തത്. ദൈവമക്കളെ, നമുക്കിതുപോലെയുള്ള താഴ്മയോ വിനയമോ, ദൈവം എന്തെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു ജാതിയാണ് അവർ. എങ്കിലും യേശുവിൻ്റെ അടുക്കൽ വന്ന സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി അവളെ അതിനുവേണ്ടിയുള്ള എല്ലാ നിയമ പോരാട്ടം, അവിടെ ഹൃദയത്തിൽ വലിയൊരു പോരാട്ടം. കാര്യം അവൾക്കറിയാം വീട്ടിൽ ചെന്നാൽ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പം തലമുറയുടെ വിഷയം വരുമ്പോൾ ഏത് മാതാപിതാക്കളും തകർന്നു പോകും. നമ്മുടെ ഏറ്റവും വലിയവരെന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറയാണ്. അതിനപ്പുറമായിട്ട് നമ്മൾ ഒന്നും കാണുന്നില്ല. ഭവനത്തിൻ്റെ ആയിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് തലമുറയാണ് വലുത്. എന്നാൽ ഈ കുഞ്ഞിന് ദൈവം സൗഖ്യം കൊടുത്തു. അവളെ എന്തെല്ലാം യേശു പറഞ്ഞു, നീ ഒരു നായ്ക്കുട്ടിയാണെന്ന് പോലും പറഞ്ഞിട്ടും അവൾ പറഞ്ഞു, കർത്താവേ, അവിടുന്ന് ആ മേശക്കീഴെ വീഴുന്ന ചെറിയ ആ ഞുറുക്കുകൾ അത് നായ്ക്കുട്ടികൾ കഴിക്കുന്നുണ്ടല്ലോ
എന്ന് പറഞ്ഞതുപോലെ നമ്മളും വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവരും വിശ്വാസത്തിൽ വീരതയുള്ളവരുമായി നാം ജീവിക്കണം. എന്താ നിയമങ്ങളോ ന്യായങ്ങളോ അറിയാൻ വയ്യാത്ത കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് ആ ആ വിടുതലിൻ്റെ ആ കരം, ആ രോഗസൗഖ്യം ഏറ്റുവാങ്ങിച്ചെങ്കിൽ ദൈവമക്കളെ നമുക്കൊക്കെ ലഭിക്കാത്ത എന്തെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്. നമ്മുടെ കുറവുകളും കുറ്റങ്ങളും അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. എന്നാൽ ദൈവം നമ്മ ഓരോരുത്തരെയും, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ഈ കനാന്യ സ്ത്രീക്ക് യഹോവ ഭക്തി എന്തുവാണെന്നോ ശരണം എന്തുവാണെന്നോ അറിയത്തില്ലെങ്കിലും അവൾ യേശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി അവൾ ആ ശരണം പ്രാപിക്കുവാനിടയായി. അതൊക്കെ നിമിഷ നേരം കൊണ്ട് സംഭവിക്കുന്നതാണ്. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നതും ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതുമായ വലിയൊരു വിടുതലാണ് കർത്താവിൻ്റെ കരങ്ങളിലുള്ള. ഈ വിടുതൽ പ്രാപിക്കാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് അതിനുവേണ്ടി യോഗ്യതയുള്ളവരാക്കി പിന്നെയും തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമയം തന്ന ആൻറ്റിയോടും അവരുടെ എബനേസർ ചർച്ചിനോടുള്ള സ്നേഹവന്ദനവും, അതുപോലെ തന്നെ ദൈവവചനം കേൾക്കുവാൻ താല്പര്യപ്പെട്ടിരുന്ന ദൈവദാസിമാരോടുമുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ പ്രസംഗത്തിൽ നിന്ന് വിരമിച്ചു കൊള്ളുന്നു.